ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? ഇവിടെ എന്താ यहाँ पर क्या लिखा है? പുരുഷന്മാരെ ഈ യാത്രയിൽ हे सज्जनों, इस यात्रा के दौरान ചരക്കിന്, माल का കപ്പലിന് और जहाज का മാത്രമല്ല നമ്മുടെ പ്രാണന് വരെ കഷ്ടനഷ്ടം ഉണ്ടാകും. वरन ही नहीं बल्कि हमारे प्राणों की भी हानि होने वाली है. ഇതൊരു പ്രവചനമാണ്. ये एक भविष्यवाणी है. ആരാ പ്രവചിക്കുന്നത്? कौन भविष्यवाणी कर रहा आरा है? प्रवचिക്കുന്നത്? कौन भविष्यवाणी कर रहा है? പൗലോസ്. पौलुस. ഇവിടെ ഇടയ്ക്ക് നിർത്തി ഞാനൊരു കാര്യം പറയാം. बीच में मैं एक बात ഈ कहता हूँ. കാലഘട്ടത്തിലുള്ള ഒരു വലിയ പ്രശ്നം, इस जमाने का सबसे बड़ा मुसीबत പ്രവചനം പറയുന്നതിന് ആളുകൾ എതിര് പറയുന്ന ഒരു കാലഘട്ടമാണ്. भविष्यवाणियों को लोग विरोध करते हैं. एक ऐसे जमाने हैं ये. പ്രവചന ദൂതുകളെ എതിർക്കുക, भविष्यवाणी के वाणियों को विरोध करना, പ്രവചനം ഇല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക, भविष्यवाणी नहीं है करके स्थापित करना. അങ്ങനെയുള്ളവരാണ് വലിയ ഭക്തന്മാരായിട്ട് ഈ കാലത്ത് കാണുന്നത്. ऐसे लोगों को इस जमाने वाले बहुत भक्त मानते हैं. അതിന്റെ കാരണം എന്താണെന്നറിയാം? उसका कारण क्या है? ആളുകൾ വളരെ സ്കെപ്റ്റിക്കൽ ആകുക. ആളുകൾക്ക് വിശ്വാസമൊന്നുമില്ല. लोगों में विश्वास नहीं है. വിശ്വാസമില്ല. उनके अंदर वो सब विश्वास नहीं है. ആളുകൾക്ക് ലോകം പറയുന്നതാ കൂടുതൽ ശരി. आजकल के लोग दुनिया जो कहते हैं वो अधिक मानते हैं. പൗലോസ് പ്രവചിക്കുന്നു. यहाँ पर पौलुस भविष्यवाणी दे रहा है. ആരോടാ പ്രവചിക്കുന്നത്? किससे भविष्यवाणी दे रहा है? സഭയ്ക്കകത്താണ്. कलीसिया के अंदर दे रहा है क्या? ചർച്ചിന്റെ മീറ്റിംഗിൽ വിശ്വാസികളോടാണ് പറയുന്നത്. क्या चर्च के मीटिंग के अंदर विश्वासियों को कह रहा है? ആരോടാ പ്രവചിക്കുന്നത്? किससे कह रहा है? കപ്പലിന്റെ അകത്തുള്ള जहाज के अंदर के പട്ടാളക്കാര്, जो सोल्जर्स है, തടവുകാര്, जो प्रिजनर्स है, കപ്പിത്താൻ, जो कैप्टन है, കപ്പലുടമ, कपल का वे और जो मालिक है, जहाज का विश्वासी मालिक है, ये कोई भी विश्वासी नहीं है. അപ്പോൾ അവിശ്വാസികളോട് പ്രവചിക്കാമോ? तो क्या आप विश्वासियों के साथ भविष्यवाणी दे सकते हैं? പൗലോസ് പ്രവചിച്ചു. पौलुस ने भविष्यवाणी दिया. ഇനിയും ഇന്ന കാലത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ് ആണ്, इस जमाने में एक सबसे बड़े പുതിയ आर्गुमेंट है, നിയമപ്രവചനം ഭാവി പറയുന്നതല്ല. नया नियम का भविष्यवाणी भविष्य बताना नहीं है. ആളുകൾ ആർഗ്യൂ ചെയ്യുക. लोग आर्ग्यू करते हैं. ഈ കഴിഞ്ഞ ദിവസം ഒരു മാന്യ സഹോദരൻ, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു സഹോദരൻ, എനിക്കൊരു മെസ്സേജ് ഇട്ടു. ये पिछले दिनों में मुझे एक बहुत प्रेम करने वाला भाई ने एक संदेश डाला, मैसेज डाला. പാസ്റ്റർ പഠിപ്പിക്കുന്നത് ന്യൂ ടെസ്റ്റ്മെന്റ് അല്ലെന്ന്. पास्टर सिखा रहे वो न्यू टेस्टमेंट नहीं है. എന്താ കാരണം? क्या है कारण? ഞാൻ പഠിപ്പിക്കുന്നു പുതിയ നിയമസഭയ്ക്കകത്ത് പ്രവചന ശുശ്രൂഷയുണ്ട്. मैं ये सिखाता हूँ कि नया नियम कलीसिया के अंदर भविष्यवाणी के वरदान है. ദൈവത്തിന്റെ ആത്മാവ് ചിലപ്പോൾ ഭാവിയൊക്കെ പറഞ്ഞു നിരിക്കും. परमेश्वर की आत्मा भविष्य बताएगी. നാളെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തും. कल राज्य में होने वाली बातें परमेश्वर अपने भविष्यवक्ताओं से बताएगा. അപ്പോൾ ആർഗ്യുമെന്റ്, तो आर्गुमेंट അതൊക്കെ പഴയ നിയമത്തിലായിരുന്നു പാസ്റ്ററെ, പുതിയ നിയമത്തിൽ അങ്ങനെയില്ല. वो पुराना नियम में था बट नया नियम में ऐसा नहीं है. ഇതാര് പറഞ്ഞു? ये कौन कह रहा है? നമ്മുടെ സ്കെപ്റ്റിക്കൽ മൈൻഡാ പറയുന്നത്. ये हमारा बुद्धि कह रहा ഇതൊന്നും है. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ പറയുന്നത്. ये कुछ भी हम इसको रिसीव नहीं कर पा रहे, പുതിയ इसलिए कह रहे നിയമത്തിലുണ്ടോ? हैं. नया नियम में है क्या? പുതിയ നിയമത്തിൽ ഭാവി പറയുന്ന പ്രവചന ശുശ്രൂഷയുണ്ടോ? नया नियम में क्या भविष्य बताने वाला भविष्यवक्ता है? അഗബോസ് എന്ന് പറയുന്ന പ്രവാചകൻ अगबोस नामक भविष्यवक्ता ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ക്ഷാമത്തെ കുറിച്ച് പ്രവചിച്ചു. फ्यूचर में होने वाले एक अकाल के बारे में भविष्यवाणी दिया. യേശു കർത്താവ് यीशु मसीह ജെറുസലേമിന്റെ തകർച്ചയെ കുറിച്ച് പ്രവചിച്ചു. जेरूशलेम के विनाश के बारे में भविष्यवाणी दिया. पौलुस ने കപ്പൽ ഛേദത്തെ കുറിച്ച് പ്രവചിച്ചു. जहाज के नाश के बारे में भविष्यवाणी दिया. വിശ്വാസികളോടല്ല, विश्वासियों से नहीं, റോമാ പട്ടാളക്കാരോടും रोम के सोल्जर्स के सैनिकों के साथ, തടവുള്ളികളോട്. और वो प्रिजनर्स थे उनके രക്ഷിക്കപ്പെട്ടവര് साथ. പോലും അല്ല, वो उद्धार पाए हुए लोग भी नहीं थे. പക്ഷെ അവർ കേട്ടുപോലും ഇല്ല കേട്ടോ. उन्होंने सुना नहीं. लेकिन നിങ്ങൾ പറയുന്ന പ്രവചനം സ്വീകരിക്കാത്തവരോട് പോലും പ്രവചിക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. आमेन. आप जिससे भविष्यवाणी देते हो वो भले स्वीकार ना भी करे, लेकिन उनके साथ भविष्यवाणी करने के लिए परमेश्वर आपका इस्तेमाल करेगा. ദേശങ്ങളോട് പ്രവചിക്കുമ്പോൾ देशों के साथ जब आप भविष्यवाणी देते हो तो लोग स्वीकार नहीं करेंगे. നിങ്ങളുടെ പ്രാണന് വരെ നഷ്ടമുണ്ടാകും. पौलुस कहते हैं कि आपका प्राण की भी हानि हो सकती है. പ്രാണന് വരെ നഷ്ടമുണ്ടാകും. प्राण की भी हानि हो सकती है. ശരിക്കും ദൈവം പറഞ്ഞത് वाकई में जो परमेश्वर कहता है പ്രാണന് വരെ നഷ്ടമുണ്ടാകുന്ന, केवल जहाज को ही नहीं प्राण को भी नाश हो सकती है कि नहीं? പക്ഷേ ഈ പൗലോസിന്റെ ഈ പ്രവചനം പൂർണ്ണമായില്ല. लेकिन पौलुस का ये भविष्यवाणी पूरा नहीं हुआ. കഴിഞ്ഞപ്പോ അതേ പൗലോസ് പറയാ, कुछ टाइम के बाद वही पौलुस कहता है, പറഞ്ഞെന്നറിയാ, क्या कहता है? കപ്പലേ പോകത്തുള്ളൂ, जहाज ही नाश होगा, ഒറ്റ പ്രാണൻ പോകത്തില്ല. एक भी प्राण नाश नहीं होगा. ഈ പ്രവചനം
ये भविष्यवाणी, ആ പ്രവചനമായിട്ട് वो भविष्यवाणी के साथ എങ്ങനെ ചേഞ്ച് ആയത്? कैसा बदल गया? അങ്ങനെ ചേഞ്ച് ആകാൻ കാരണം वैसा चेंज होने का कारण പൗലോസിനോട് ദൈവം പറയുക, पौलुस से परमेश्वर कहता है, 275 പേരെ ഞാൻ നിനക്ക് തന്നേക്കും. आमेन, इस जहाज में 275 लोग हैं, उन्हें मैं तुझे देता हूँ. ഒരു ഭക്തൻ അതിനകത്തുണ്ടെങ്കിൽ, आमेन, एक भक्त अगर अंदर है तो, ഒരു ഭക്തൻ അതിനകത്തുണ്ടെങ്കിൽ, एक भक्त उसके अंदर है तो, ദൈവത്തിന്റെ വിടുതലും അവൻ നിമിത്തം आमेन, വെളിപ്പെടുമെന്ന്. परमेश्वर का छुटकारा उसके द्वारा प्रकट होगा. അത് കപ്പൽ ഉടമ മാനസാന്തരപ്പെട്ടത് കൊണ്ടല്ല, वो कपल का मालिक का मन फिराया करके അത് नहीं, പട്ടാളക്കാർ സമർപ്പിച്ചത് കൊണ്ടല്ല, वो सैनिक लोगों ने जीवन समर्पण किया करके नहीं, ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ അതിനകത്തുള്ളത് കൊണ്ട് आमेन, जीवित परमेश्वर का बेटा उसके अंदर है करके, അവൻ നിമിത്തം. उसके निमित्त, आमेन, हालेलुया. ഹല്ലേലൂയ. പറഞ്ഞ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. मैं जो कह रहा हूँ सब सुन रहे हो ना? ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഭക്തന്മാരുടെ ആവശ്യം. आमेन, इस जमाने में ऐसे भक्त लोगों की जरूरत है. നമ്മളെ കണ്ടിട്ട് ആളുകൾ പറഞ്ഞ റിയലി ഇവനൊരു ഭക്തനാണ്. हमको देखा